ബംഗാളിൽ കോൺഗ്രസുമായുള്ള സഖ്യം തുടരണം എന്ന CPIM തൃണമൂൽ കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെ ശത്രുക്കളായി കാണണമെന്നും തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടിലെ പരാമർശം. റിപ്പോർട്ട് CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കും. കേരളത്തിൽ മൂന്നാം ഊഴം ഉറപ്പാക്കാനുള്ള നടപടികളും റിപ്പോർട്ടിലുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. ബൽറാം, അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സഹകരിച്ച് തന്നെ മത്സരിക്കുക, അതാണോ CPIM പറയുന്നത്? ബൽറാം, ഉന്മേഷ്, മാസങ്ങൾക്കപ്പുറം നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കേരളത്തിലും ബംഗാളിലും അടക്കം 5 സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അതിൽ ചർച്ചകൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ആ ചർച്ചകൾ പൂർത്തിയാകും. ഈ ഒരു റിപ്പോർട്ടിലാണ് ബംഗാളിൽ കോൺഗ്രസുമായുള്ള സഖ്യം തുടരണം എന്ന ഒരു നിർദ്ദേശം ബംഗാൾ ഘടകത്തിന് ഉള്ളത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ സമാനമായ കോൺഗ്രസുമായി സഖ്യം ചേർന്നെങ്കിൽ മാത്രമേ തൃണമൂൽ കോൺഗ്രസിനെയും BJPയെയും നേരിടാൻ കഴിയൂ എന്നാണ് റിപ്പോർട്ടിൽ ബംഗാൾ ഘടകം വ്യക്തമാക്കുന്നത്. അതേസമയം കോൺഗ്രസിന്റെ നിലപാട് ഈ വിഷയത്തിൽ ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ശുഭാങ്കർ സർക്കാർ PCC അധ്യക്ഷനായി എത്തിയ ശേഷം പിന്നീട് ഇടത് പാർട്ടികളുമായി അത്ര നല്ല ബന്ധത്തിലല്ല ഉള്ളത് എന്നുള്ള സാഹചര്യവും നിലനിൽക്കുന്നു. കേരളത്തിൽ മൂന്നാം ഊഴം ഉറപ്പാക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. അതിനായി സർക്കാരിന്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നടപടികൾ, പ്രത്യേകിച്ച് സാമൂഹിക മേഖലകളിൽ ഒപ്പം തന്നെ വികസന പദ്ധതികൾ എന്നിവ ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തണം എന്നും ഈ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നു. ശരി ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.